വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിച്ച് സുഹൃത്തുക്കളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാറിൻ്റെ തൂലികയിലൂടെ ഭഗവാന് പാദകാണിക്കയെ സമർപ്പിക്കുന്നു. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ മാത്രം ജീവിതകഥയല്ല, മഹാപുരാണമാണ്. 18 പുരാണങ്ങൾക്ക് ശേഷം ഭാരത ചരിത്രത്തിലേക്ക് 19ാമത്തെ പുരാണം, അതും ശ്രീനാരായണ ഗുരുവിൻ്റെ നാമത്തിൽ. ലോകമതങ്ങൾ, ഋഷീശ്വരന്മാർ, പ്രവാചകർ, ഗുരുപരമ്പരകൾ, ലോകദാർശനികർ, ലോകത്തെ വിവിധ തത്വശാസ്ത്രങ്ങൾ, യുക്തിചിന്തകർ, മഹത് പുരുഷന്മാർ എന്നിവരിലൂടെ സഞ്ചരിച്ച് ഈ എല്ലാ തലങ്ങളിലും പൂർണ്ണനായ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമായ ഗുരുവിലേക്ക് എത്തുന്ന ഇതിഹാസ തുല്യമായ കഥാകഥനമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. ഇത് തുടക്കം മുതൽ വായിച്ചു ഗ്രഹിച്ചാൽ പിന്നെ ലോകത്തെ ഒരു പ്രതിഭാസത്തെക്കുറിച്ചും സംശയം അവശേഷിക്കില്ല. പൂർണ്ണ ജ്ഞാനിയായി വായനക്കാരൻ പരിണമിക്കും. ഗുരു ആരെന്നും ഗുരു വിശ്വരൂപം എന്തായിരുന്നുവെന്നും തിരിച്ചറിയും. മനുഷ്യത്വത്തിൻ്റെ മൂല്യം പറഞ്ഞ് ഗുരു കടാക്ഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അതിനാൽ തുടക്കം മുതൽ വായിക്കൂ. ആദ്യലക്കം കോപ്പികൾ ആവശ്യപ്പെട്ടാൽ നൽകുന്നതാണ്. പുതിയ തലമുറയ്ക്ക് കൈമാറാനും തലമുറകൾക്കായി സൂക്ഷിച്ചു വയ്ക്കാനും ഒരു അപൂർവ വായനാനുഭവമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. കോപ്പികൾ ഉറപ്പാക്കാൻ വിളിക്കൂ. 80 78 18 88 58 എന്ന നമ്പറിൽ 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. അഡ്രസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ, അധ്യായം 4, ഭാഗം 5. സന്യാസവും ഗാർഹസ്ഥ്യവും ഒരുപോലെ. സന്യാസവും ഗാർഹസ്ഥ്യവും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു വിഭജനമാണ് ബുദ്ധമതത്തെ സ്വീകരിച്ചിരുന്നത്. സന്യാസിമാർക്കായിട്ടാണ് ബുദ്ധൻ സംഘം രൂപീകരിച്ചത്. തുടക്കത്തിൽ സംഘത്തിൽ പുരുഷന്മാർ മാത്രമേ അംഗമായി ചേർക്കപ്പെട്ടിരുന്നു. പിന്നീട് പോറ്റമ്മയായ ഗൗതമിയുടെ പ്രേരണയാൽ സ്ത്രീകൾക്കും സന്യാസം അനുവദിക്കുകയും ബുദ്ധ ഭിക്ഷുണികളാക്കി സംഘത്തിൽ ചേർക്കുകയും ചെയ്തു. ആദ്യത്തെ ഭിക്ഷുണിയായ ഗൗതമിയാണ് സന്യാസം സ്വീകരിച്ചത്. തേരി അഥവാ മോക്ഷമായിരുന്നു സന്യാസത്തിൻ്റെ ലക്ഷ്യം. ത്യാഗവും സഹാനുഭൂതിയും അതിൻ്റെ മാർഗവുമായിരുന്നു. ബുദ്ധ സന്യാസിമാർക്കായി ബുദ്ധൻ നൽകിയ നിർദ്ദേശങ്ങൾ വളരെ വിശേഷപ്പെട്ടതായിരുന്നു. 3 ഉടുപ്പുകളെ ഒരാൾക്ക് കൈവശം വയ്ക്കാൻ പാടുള്ളൂ. ഒരു ഭിക്ഷാപാത്രം, ഒരു ജോഡി പാദരക്ഷ, ഒരു കുട, ഒരു എഴുത്താണി. ഭക്ഷണം ആരെങ്കിലും ദയകൊണ്ട് കൊടുക്കുന്ന ഭിക്ഷ മാത്രമാവണം. വിനയപിടക എന്ന ഗ്രന്ഥത്തിൽ ഇത്തരം നിർദ്ദേശങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഭിക്ഷു പുതിയൊരു കമ്പിളിത്തുണി നെയ്താൽ അത് 6 വർഷമെങ്കിലും ഉപയോഗിക്കണം. 6 വർഷത്തിനിടയിൽ മറ്റൊരു കമ്പിളിത്തുണി സ്വന്തമാക്കിയാൽ അത് കണ്ടുകെട്ടി കുറ്റസമ്മതം നടത്തിക്കും. ഭിക്ഷ വാങ്ങുമ്പോൾ പരമാവധി 3 കപ്പ് ഭക്ഷണം മാത്രമേ സ്വീകരിക്കാവൂ. അതിൽ കൂടുതൽ സ്വീകരിക്കുന്നത് കുറ്റമാണ്. കിട്ടുന്ന ഭക്ഷണം സഹഭിക്ഷുക്കളുമായി പങ്കുവച്ച് കഴിക്കണം. ഒരു സംഘത്തിനൊപ്പം താമസിക്കുന്നവർ അവിടം വിട്ടു പോകാൻ മുൻകൂർ അനുമതി വാങ്ങണം. എല്ലാ ഭിക്ഷുക്കളും തല മുണ്ടനം ചെയ്ത് കാവിയോ മഞ്ഞ വസ്ത്രമോ ധരിക്കണം. വെറുതെ സമയം കളയരുത്. ധർമ്മപ്രചരണത്തിലോ നിർമ്മാണ പ്രവർത്തനങ്ങളിലോ വിദ്യാഭ്യാസത്തിലോ വ്യാപൃതമായിരിക്കണം. മഴക്കാലത്തെ 4 മാസം സഞ്ചാരം പാടില്ല. വാസം എന്നു വിളിക്കപ്പെടുന്ന ധ്യാനത്തിനുള്ള കാലമാണത്. എല്ലാ ഭിക്ഷുക്കളും പ്രതിജ്ഞ ചെയ്താണ് സംഘത്തിൽ അംഗമാകുന്നത്. ബുദ്ധം, ധർമ്മം, സംഘം എന്നിവയിൽ ജീവിതകാലം മുഴുവൻ ഉറച്ചു നിൽക്കണം.
പുതുതായി സംഘത്തിൽ ചേരുന്നവർക്ക് പരിശീലന പരിപാടികളുണ്ട്. കഠിനമായ സദാചാര നിഷ്ഠകളാണ് പരിശീലിക്കേണ്ടത്. ആത്മനിയന്ത്രണം, ദാരിദ്ര്യം, വിശ്വാസം എന്നിവയാണ് ശീലിച്ച് അഭ്യസിക്കേണ്ടത്. ഗൃഹസ്ഥർക്കും ഭിക്ഷുക്കൾക്കും പാലിക്കാൻ പൊതുവായ ചില നിയമങ്ങളുണ്ട്. ഒരു ജീവിയെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, ഒരു തരത്തിലും ലൈംഗിക പ്രവൃത്തികളിലും ഏർപ്പെടരുത്, കള്ളം പറയരുത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. ഇത്രയും നിയമങ്ങൾ രണ്ടു കൂട്ടർക്കും പൊതുവായി ഉള്ളതാണെങ്കിലും ഭിക്ഷുക്കൾക്ക് മാത്രമായി 5 ശാസനകളും 6 സദാചാര നിഷ്ഠകളും വേറെയുണ്ട്. തെറ്റായ സമയത്ത് ഭക്ഷിക്കരുത്. നൃത്തം, ഗാനം, വാദ്യോപകരണ സംഗീതം എന്നിവ ആസ്വദിക്കുകയോ അത്തരം പ്രകടനങ്ങൾ കാണുകയോ പാടില്ല. ആഭരണങ്ങൾ, സുഗന്ധലോപനങ്ങൾ എന്നിവ ഉപയോഗിക്കരുത്. സുഖപ്രദമായ മെത്തയിൽ കിടന്നുറങ്ങരുത്. പണം കൈകൊണ്ട് തൊടരുത്. ആരിൽ നിന്നും വാങ്ങരുത്. സദാചാര നിഷ്ഠകൾ ഇവയാണ്: അപവാദം പറയരുത്, അപമര്യാദയായി സംസാരിക്കാതിരിക്കുക, അർത്ഥശൂന്യമായ വാക്തർക്കത്തിലോ സംസാരത്തിലോ ചെന്നുപെടാതിരിക്കുക, ആർത്തി കാണിക്കരുത്, അഹന്ത പാടില്ല, അദർശനമില്ലാതിരിക്കൽ. സന്യാസ സംഘത്തിന്റെ യോഗങ്ങളിൽ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. മുഴുവൻ പേരും പങ്കെടുക്കാത്ത മീറ്റിങ്ങുകളുടെ തീരുമാനങ്ങൾക്ക് അംഗീകാരമുണ്ടാകില്ല. ചർച്ചയിലൂടെ സമവായം എന്ന രീതി. വിരുദ്ധാഭിപ്രായങ്ങൾ ചർച്ചയിൽ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വോട്ടിനിട്ട് ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കുക എന്ന രീതിയിലാണ് ഭിക്ഷു സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത്. യാത്രകളിലെല്ലാം ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നീ പ്രാർത്ഥനാഗീതം പാടേണ്ടതുണ്ട്. ഹീനയാനവും മഹായാനവും. ഹീനയാനം എന്നാൽ ചെറിയ ചക്രത്തിന്റെ സഞ്ചാരം എന്നാണ് അർത്ഥം. ഇത് ബുദ്ധമതത്തിന്റെ ഒരു വിഭാഗമായി മാറി. മൗലികമായ മൂലസിദ്ധാന്തങ്ങൾ മാത്രം പിന്തുടരുന്ന വിശ്വാസികളും ഭിക്ഷുക്കളുമാണ് ഹീനയാനത്തിൽ വരുന്നത്. ബുദ്ധനെയാണ് അവർ ദൈവമായി ആരാധിച്ചത്. എന്നാൽ ബുദ്ധ പ്രതിമകളും രൂപങ്ങളും അവർ ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്നില്ല. പാലി ഭാഷയിൽ മാത്രമാണ് ഹീനയാനക്കാർ മതതത്വ പ്രചരണം നടത്തിയിരുന്നത്. സിലോൺ, ബർമ്മ, തായ്ലൻഡ് എന്നിവിടങ്ങളിലാണ് ഹീനയാനക്കാർ ഭൂരിഭാഗവുമുള്ളത്. ത്രിപിടിക എന്ന ബുദ്ധഗ്രന്ഥമാണ് ഹീനയാനക്കാരുടെ ആധികാരിക വിശ്വാസഗ്രന്ഥം. ബുദ്ധമതം 18 വിഭാഗമായി വേർതിരിഞ്ഞുവെങ്കിലും ഹീനയാനക്കാർ മാത്രമാണ് ശക്തമായി കാലത്തെ അതിജീവിച്ചത്. മഹായാനം എന്ന പദത്തിന് വലിയ ചക്രത്തിന്റെ സഞ്ചാരം എന്നാണ് അർത്ഥം. ബുദ്ധന്റെയും ശിഷ്യരുടെയും തത്വങ്ങൾ സമന്വയിപ്പിച്ച് മഹായാനക്കാർ പുതിയ പല തത്വങ്ങളും ആവിഷ്കരിച്ചു. മഹായാനക്കാർ ബുദ്ധനെ രക്ഷകനായി കണ്ട് ആരാധിക്കുന്നവരാണ്. ബുദ്ധ വിഗ്രഹത്തെയും രൂപത്തെയും ചിത്രങ്ങളെയും അവർ ആരാധനയ്ക്ക് ഉപയോഗിച്ചു. ബുദ്ധമത ആശയപ്രചരണത്തിനായി അവർ സംസ്കൃതവും ഉപയോഗിച്ചു. ടിബറ്റ്, ഇന്ത്യ, ചൈന, ജപ്പാൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മഹായാനക്കാരായിരുന്നു ഭൂരിപക്ഷം. നാഗാർജുനൻ എന്ന അനുയായിയാണ് മഹായാനത്തെ പ്രചരിപ്പിച്ചത്. ബുദ്ധമതം വളരെ പ്രചാരത്തിലായപ്പോൾ അതിൽ നിന്ന് നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും ഒന്ന് മറ്റൊന്നിനോട് കലഹത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ബുദ്ധൻ നിഷേധിച്ചതൊക്കെ തേടിപ്പിടിച്ച് മതത്തിന്റെ ഭാഗമാക്കിയ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. നമസ്തേ.